ആരോരുമില്ലാത്ത 4 പെൺകുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുകയാണ് തൃശൂർ ദേശമംഗലം MSA ബനാത് യതീംഖാന. ചെറുപ്രായത്തിൽ അന്തേവാസികളായി എത്തുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകിയും വിവാഹം നടത്തിക്കൊടുത്തുമാണ് സ്ഥാപനം മാതൃകയാകുന്നത്. 1993 പ്രവർത്തനം ആരംഭിച്ച യതീംഖാന ഇതിനകം 200 പെൺകുട്ടികളെയാണ് പുതുജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. കോയമ്പത്തൂർ സ്വദേശി ഷിഫ, പള്ളത്ത് സ്വദേശി അൻഫിദ, മധുപ്പുള്ളിയിൽ നിന്നുമെത്തിയ ഫിദ ഫാത്തിമ, പാലക്കാട് തെക്കേപോറ്റത്ത് ഷിഫ. 4 പേരും ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നവർ. ഇന്നവർ ഒന്നിച്ച് മണവാട്ടിമാരായി. തൃശൂർ ദേശമംഗലത്തെ MSA ബനാത് യതീംഖാനയാണ് ഇവരെ ഒരുമിച്ച് ചേർത്തത്. ചെറുപ്രായത്തിൽ അനാഥരും അഗതികളുമായ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ സ്ഥാപനം തണലൊരുക്കിയിട്ടുണ്ട്. 25 വർഷത്തിലേറെയായി മാതൃകാ പ്രവർത്തനം തുടരുന്ന സ്ഥാപനത്തിന് കീഴിലെ 200ാമത്തെ വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വന്ന് കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. പിന്നെ ഇവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉറപ്പിച്ചപ്പോൾ ഒരു ഉസ്താദിനെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അടുത്ത ഒരു ഘട്ടത്തിൽ നടത്താം. അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ വിവാഹം നടത്തി. 1993 ദേശമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ച യതീംഖാന 96 മുതലാണ് നിർധരരായ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ ആരംഭിച്ചത്. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വിരുന്നിനുള്ള ഭക്ഷണവും അടക്കം മുഴുവൻ ചെലവുകളും സ്ഥാപനം തന്നെ വഹിക്കും. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം 200ാമത്തെ പെൺകുട്ടിയും വിവാഹം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഹൃദ്യമായ വൈകാരിക അനുഭവമുള്ള ഒരു നിമിഷമാണിത്. ഇതിൻ്റെ മുമ്പേ നടന്നുപോയ എല്ലാ മനുഷ്യരെയും, എല്ലാ വലിയ മഹാരഥന്മാരെയും നമ്മൾ ഓർക്കുകയാണ്. ഇവർക്ക് എന്നും എല്ലാ കാലത്തും ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും, ഒപ്പം ഇവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക്, അവരുടെ ജീവിതത്തിനെല്ലാത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എല്ലാ സമയത്തും ഉണ്ടാവും. ഇന്നത്തെ ദിവസം നമ്മൾ വളരെ ആനന്ദവും പ്രാർത്ഥനയും നടത്തുന്ന ദിവസമാണ്. നാടും നാട്ടുകാരും ഒപ്പം നിന്ന വിവാഹ ചടങ്ങുകളിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പാണക്കാട് സെയ്ദ് മുനവറി തങ്ങൾ, MLA UR പ്രദീപ്, കോൺഗ്രസ് നേതാവ് VT ബൽറാം തുടങ്ങിയ നിരവധി പേർ യതീംഖാനയിലെത്തി വിവാഹാഘോഷങ്ങളുടെ ഭാഗമായി. ന്യൂസ് മലയാളം, തൃശൂർ.